ഹായ് ഓൾ, എല്ലാവർക്കും ജെഫ്സ് ഹോംലി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചേന മെഴുക്കുവരട്ടിയാണ്. വളരെ എളുപ്പത്തിൽ നല്ല രുചികരമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കിലോ ചേനയാണ്. അത് ചെറിയ ക്യൂബ് സൈസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ചേന മുറിക്കുമ്പം പലവരുടെയും അല്ലെങ്കിൽ എല്ലാവരുടെയും കൈ ഒന്ന് ചൊറിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചൊറിയാതിരിക്കാൻ വേണ്ടി 2 കൈയിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് നല്ലപോലെ കോട്ട് ചെയ്തിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ആ ചൊറിച്ചിൽ ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒട്ടും ഇല്ലാതാക്കാൻ പറ്റും. ചേനയിൽ അടങ്ങിയിട്ടുള്ള കാൽഷ്യം ഓക്സലേറ്റ് ആണ് ചൊറിച്ചിൽ വരാനുള്ള കാര്യം. ഇനി അടുത്തതായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചേന ഇടുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. വെള്ളത്തിൻ്റെ അളവ് ചേനയേക്കാളിലും മുകളിലായിരിക്കണം. ഇനി നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് ചേനയിലുള്ള സോലുബിളായിട്ടുള്ള ഓക്സലേറ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ്. ഏകദേശം ഒരു 40 മുതൽ 60% വരെ ഓക്സലേറ്റ് ഇങ്ങനെ ചെയ്യുമ്പം മാറിക്കിട്ടും. ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ചേന കഴിക്കുമ്പോൾ വാ ചൊറിയാനും തൊണ്ട ചൊറിയാനും ഉള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പം ഒരു പരിധി വരെ ആ ചൊറിച്ചിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പം വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇതുപോലെ വെള്ളം തിളച്ച ഉടനെ തന്നെ നമുക്ക് ചേന കോരി മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേന വേവിച്ചെടുക്കാം. അതിനായിട്ട് നേരത്തെ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ കോരി മാറ്റിയേക്കുന്ന ചേന ഇടുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. വെള്ളം എന്ന് പറയുമ്പം ചേനയുടെ അതേ ലെവലിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ഒഴിക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ചേന നമുക്ക് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 15 മിനിറ്റ് എടുക്കും ചേന ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. നമ്മൾ വെള്ളം വറ്റിച്ചാണ് ചേന വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി ചേന ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു കടായോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയോ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇടുക. കടുക് ഇതുപോലെ പൊട്ടി വന്നതിന് ശേഷം 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർക്കുക. വെളുത്തുള്ളിയുടെ നിറം ഒന്ന് ഗോൾഡൻ ബ്രൗണായി വരുന്ന സമയത്ത് ഇതിലേക്ക് 10 ചെറിയ ഉള്ളി ചതച്ചതും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് ഉള്ളിയുടെ നിറം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇടയ്ക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുക. ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കുക. നമ്മൾ നേരത്തെ വേവിച്ചപ്പം ചേനയിൽ ഉപ്പ് ചേർത്തതാണ്. ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ചേന മെഴുക്കുവരട്ടി റെഡി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നല്ല രുചികരമായിട്ട് ചെയ്യാൻ പറ്റിയ ഈ ചേന മെഴുക്കുവരട്ടി എല്ലാവരും ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്.